മലയാളികളെ ചിരിപ്പിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷാഫി അന്തരിച്ചു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം 16 മുതൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശനിയാഴ്ച രാത്രി 12:25 അന്ത്യം. ഞായറാഴ്ച രാവിലെ 9 മുതൽ 12 വരെ കലൂർ മണപ്പാട്ടി പറമ്പ് കൊച്ചിൻ സഹകരണ ഹാളിൽ പൊതുദർശനം നടത്തും. ഖബറടക്കം വൈകിട്ട് 4-ന് കലൂർ മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. ആദ്യത്തെ കൺമണി ചിത്രത്തിൽ രാജസേനന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു തുടക്കം. 2001-ൽ പുറത്തിറങ്ങിയ വൺമാൻ ഷോയാണ് ആദ്യ ചിത്രം. 2022-ൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാന ചിത്രം. പുല്ലേപ്പടി മൂത്തോടത്ത് പരേതനായ ഹംസ നബീസ ദമ്പതികളുടെ മകനാണ്. സംവിധായകൻ റാഫിയാണ് സഹോദരൻ. ഭാര്യ ഷമീല, മക്കൾ അലീമ, സൽമ എന്നിവരാണ്. ചിരിയുടെ തമ്പുരാന്മാരായ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടായിരുന്നു ഷാഫിയുടെ സിനിമാ സ്കൂൾ. ചിരിപ്പിച്ച് കഥ പറയാൻ ഷാഫി പഠിച്ചത് ആ സ്കൂളിൽ നിന്നാണ്. തമാശയിൽ തുടങ്ങി കഥയിലേക്ക് കയറുന്നതായിരുന്നു ഷാഫി സ്റ്റൈൽ. ചിരി മാത്രമല്ല, അതിൽ കഥയുണ്ടാകണമെന്ന് നിർബന്ധമായിരുന്നു. ഷൂട്ടിങ്ങിന് മുമ്പ് എഴുത്തിന്റെ സന്ദർഭത്തിലും ഷൂട്ടിങ്ങിന് ശേഷം എഡിറ്റിംഗിലും കഠിന അധ്വാനം ചെയ്തായിരുന്നു വിജയരഹസ്യം. ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എഴുത്തുകാരനെ ആയിരുന്നു. അതിനുശേഷമായിരുന്നു മറ്റുള്ളവർക്ക് പരിഗണന. അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് ഉൾപ്പെടെ കലാകാരന്മാരുള്ള കുടുംബത്തിന്റെ പശ്ചാത്തലം ഷാഫിക്ക് സഹായകമായി. അമ്മയുടെ ചെറിയച്ഛന്റെ മകനാണ് സിദ്ദിഖ്. സിദ്ദിഖിനെ സിദ്ദിഖണൻ എന്നാണ് ഷാഫി വിളിച്ചിരുന്നത്. തിരക്കഥാകൃത്ത് റാഫി ജ്യേഷ്ഠനാണ്. അമ്മയുടെ സഹോദരങ്ങൾ നാടക കലാകാരന്മാരായിരുന്നു. ഇവരുടെ വലിയ കുടുംബം താമസിച്ചിരുന്നത് പുല്ലേപ്പടിയിൽ. നഗരത്തിലെ പ്രധാന തിയേറ്ററുകളായ ഷേണായിസ്, പത്മ, കവിത എന്നിവയിലേക്ക് ഷാഫിയുടെ വീട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ആഴ്ചയിൽ ഒരു സിനിമ കാണും. അതിനെക്കുറിച്ച് പിന്നെ ചർച്ചയും ഉണ്ടാവും. ജയന്റെ പടങ്ങളായിരുന്നു കുട്ടിക്കാലത്ത് ഏറെയും ഇഷ്ടം. ജയൻ ചിത്രങ്ങൾ കണ്ടാണ് സിനിമാ പ്രേമം തുടങ്ങിയത്. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം സിനിമയാണെന്ന് അന്നേ കരുതി. അങ്ങനെ സിനിമയുടെ വഴിയിൽ ഷാഫിയും എത്തി. ജീവിതം എന്താണെന്ന് അറിയും മുമ്പേ സിനിമ അറിഞ്ഞിരുന്നുവെന്നും ഷാഫി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ എന്നതിലുപരി സുഹൃത്തായിരുന്നു ഷാഫിക്ക് റാഫി. റാഫിയുടെ അനിയൻ അല്ലായിരുന്നുവെങ്കിൽ സിനിമയിൽ എത്തില്ലായിരുന്നുവെന്നും പറയുന്നു. ആദ്യത്തെ കൺമണി സിനിമയിലൂടെയായിരുന്നു ഷാഫിയുടെ ചലച്ചിത്ര ജീവിതത്തിന്റെ തുടക്കം. ആദ്യത്തെ കൺമണി എഴുതിയത് റാഫിയാണ്. വിദേശ ഭാഷകളിലെ ഹിറ്റ് ചിത്രങ്ങളെല്ലാം കാണുമായിരുന്നു. ജനം കാണാത്ത സിനിമയാണെങ്കിൽ എന്ത് അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ലെന്നായിരുന്നു ഷാഫിയുടെ നിലപാട്.